ഏതായാലും ഗൾഫ് രാജ്യങ്ങളിലടക്കം ആക്രമണം ശക്തമാകുന്ന പശ്ചാത്തലത്തിലാണ് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗം ഇന്ന് ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടതുപോലെ തന്നെ ബഹ്റൈൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ വ്യാപകമായ ആക്രമണം ശക്തമായിരുന്നു. UAE-യിൽ ഇന്ന് 3 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. US-ന്റെ സൈനിക താവളങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണം, US പൌരന്മാരെ ലക്ഷ്യമിട്ട് നടത്തുന്ന ആക്രമണങ്ങളൊക്കെ ഇത് വലിയ രീതിയിൽ ഇന്ത്യക്കാരെ അടക്കം ബാധിക്കുന്ന സാഹചര്യത്തിലാണ് നിർണായകമായ യോഗം നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. റഷീദ് ബിൻ മുഹമ്മദ് ചേർന്ന് വിശദാംശങ്ങൾ നൽകാനായി. റഷീദ്, ഈ പറഞ്ഞതുപോലെ ഗൾഫ് രാജ്യങ്ങളിലടക്കം നിരവധി ഇന്ത്യക്കാരുണ്ട്. ഒപ്പം ഇറാനിലാണെങ്കിലും ഇസ്രായേലിലാണെങ്കിലും നിരവധി ഇന്ത്യക്കാരുണ്ട്. ഈ പറഞ്ഞ യുദ്ധം ഇങ്ങനെ തുടരുകയാണെങ്കിൽ വലിയൊരു സംഘർഷ സാധ്യതയിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണെങ്കിൽ അത് ഏതൊക്കെ രീതിയിൽ പ്രതിരോധിക്കണം, എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഈ യോഗത്തിൽ നിർണായകമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴായിരിക്കും യോഗം ചേരുക? മറ്റു വിശദാംശങ്ങൾ എന്താണ് ഇപ്പോൾ ലഭിക്കുന്നത്? ജീന, 2 ദിവസത്തെ ദക്ഷിണേന്ത്യൻ സന്ദർശനം കഴിഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 9:30 കൂടിയാണ് ദില്ലിയിൽ എത്തിച്ചേരുക. ഇതിനുശേഷമായിരിക്കും ഈ മന്ത്രിസഭാ യോഗം ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ഈ യോഗത്തിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ പങ്കെടുക്കും. നിലവിൽ ഇറാൻ, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ രാജ്യത്തേക്ക് തിരിച്ചെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലായിരിക്കും ആദ്യം ചർച്ച ചെയ്യുക. അതോടൊപ്പം തന്നെ യുദ്ധം കലുഷിതമായിട്ടുള്ള മറ്റു ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ആളുകളെ തിരികെ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒരു ചർച്ചയുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിരവധി രാജ്യങ്ങളിൽ ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുന്നതടക്കമുള്ള വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സുരക്ഷാ നടപടികളുമായി ബന്ധപ്പെട്ടുള്ള യോഗം ചേരാൻ ഇപ്പോൾ ഇത്തരത്തിൽ ആഭ്യന്തര മന്ത്രാലയം തീരുമാനമെടുത്തിരിക്കുന്നത്. പ്രധാനമന്ത്രിയും എത്തിയതിനു ശേഷമായിരിക്കും യോഗം ഉണ്ടാവുക. ഈ യോഗത്തിൽ പ്രധാനമായും ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ആളുകളെ തിരികെ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളുമായി അത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവുകയും ചെയ്യും. നേരത്തെ തന്നെ ഈ ഇറാൻ എംബസിയിലും അതോടൊപ്പം തന്നെ ഇസ്രായേൽ എംബസിയുമായി ബന്ധപ്പെട്ട ആളുകൾ രജിസ്റ്റർ ചെയ്യണമെന്നുള്ള നിർദ്ദേശം നേരത്തെ നൽകിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ നിരവധി ആളുകൾ വിളിക്കുകയും സഹായങ്ങൾ തേടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യൻ എംബസി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കൂടുതൽ പ്രതിരോധ നടപടികളടക്കം ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. ഏതായാലും ഇറാനിലും ഇസ്രായേലിലും അടക്കം ഉള്ള ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്നതിനടക്കമുള്ള കാര്യങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ചർച്ച ചെയ്യാനാണ് ഈ നിർണായകമായ യോഗം നടക്കുന്നത്. പ്രധാനമന്ത്രി തിരികെ എത്തിയതിനു ശേഷമായിരിക്കും യോഗം നടക്കും. വിശദാംശങ്ങളാണ് റഷീദ് ബിൻ മുഹമ്മദ് നൽകിയത്.